പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഞായറാഴ്ച എല്ലാവരും ആരാധനയ്ക്ക് പോകുന്ന തിരക്കിലായിരിക്കും അല്ലേ? നിന്റെ ദേശത്തിനകത്ത് നീ ആരാധനയ്ക്ക് പോകുന്നതും നീ പ്രാർത്ഥിക്കുന്നതൊക്കെ കണ്ടിട്ടേ നിന്റെ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ കമ്പയർ ചെയ്തുകൊണ്ട് ആരെങ്കിലും നിന്നോട് സംസാരിക്കുന്നുണ്ടോ? നിനക്ക് എന്തെല്ലാം നഷ്ടമാണ്, നിന്റെ പ്രാർത്ഥനകളൊന്നും ദൈവം കേൾക്കുന്നില്ലല്ലോ, എന്നിട്ടും നീ എന്തിനാ ആരാധനയ്ക്ക് പോകുന്നത്, എന്നിട്ടും നീ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? നീ പരാജയപ്പെട്ടവനാണല്ലോ, നിന്റെ എല്ലാം നഷ്ടപ്പെട്ടല്ലോ, നീ പരാജയപ്പെട്ടവരുടെ പട്ടികയിലുള്ള പേരാണ് നിന്റെ. പക്ഷേ എന്നിട്ടും നീ വേദപുസ്തകം എടുത്ത് അതിരാവിലെ എഴുന്നേറ്റ് നീ ആരാധനയ്ക്ക് കടന്നു പോകുന്നു. നിന്റെ ദൈവം പ്രവർത്തിക്കുമോ? ഈ ചോദ്യങ്ങളൊക്കെ ഞാനും നിങ്ങളുമൊക്കെ ആത്മമണ്ഡലത്തിനകത്തും ഭൗതിക മണ്ഡലത്തിനകത്തും എന്തിനു പറയുന്നു, നമ്മളെ വീട്ടിൽ പോലും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക. പക്ഷേ ഈ പ്രഭാതത്തിൽ, ഈ ഞായറാഴ്ച ദിവസം ഞാനൊരു ദൂത് പറയട്ടെ. ഇയ്യോബിൻ്റെ ലൈഫിൽ എല്ലാം നഷ്ടപ്പെട്ടിട്ട് അവൻ്റെ കന്നുകാലികൾ, അവൻ്റെ കുഞ്ഞുങ്ങൾ, അവൻ്റെ സമ്പത്ത്, അവനുണ്ടാക്കിയത് മുഴുവൻ നഷ്ടപ്പെട്ടു. ആ നഷ്ടപ്പെട്ടതിൻ്റെ നടുവിൽ വീണ്ടും ആരൊക്കെ ചോദിക്കുന്നു, ഇങ്ങനെ ഒരു ദൈവത്തിന് വേണ്ടി, ഇനിയൊരു ദൈവത്തിന് വേണ്ടി നീ കാത്തിരിക്കണോ യോബേ? യോബിൻ്റെ മറുപടി എന്നറിയാമോ? അവൻ്റെ പരാജയങ്ങളോ അവൻ്റെ നഷ്ടങ്ങളോ ഒന്നും അവൻ പരിഗണിച്ചില്ല. അവൻ്റെ മറുപടി എന്നറിയാമോ? മൈ റെഡീമർ ഈസ് അലൈവ്. എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീണ്ടെടുപ്പുകാരൻ യേശു ജീവിക്കുന്നു. നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകാം, പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകാം, പക്ഷേ നിന്നെ വീണ്ടും എഴുന്നേൽപ്പിക്കുവാൻ, നിന്നെ വീണ്ടും പൊടിയിൽ നിന്നും ഉയർത്തുവാൻ നമ്മുടെ യേശു ഇന്നു പകലും ജീവിക്കുകയാണ്. അവൻ്റെ കരത്തിലേക്ക് ഈ പ്രഭാതത്തിൽ നമ്മളെ ഏൽപ്പിച്ചിട്ട് നമുക്ക് ആരാധനയ്ക്ക് പോയി ദൈവത്തോട് നന്ദി പറയാം. ഗോഡ് ബ്ലസ് യു.